പല ആളുകൾ PSC മൊബൈൽ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് മൊബൈൽ വഴി PSC അപ്ലൈ ചെയ്യുന്നത് എന്ന് ആണ് ഞാൻ ഈ വീഡിയോ വഴി കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ക്രോമിൻ്റെ ആപ്പ് തുറക്കുക. ആപ്പ് തുറന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെബ്സൈറ്റ്, എന്ത് വെബ്സൈറ്റും ആവാം. അപ്പോൾ വിക്കിപീഡിയ തുറന്നു. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ഏത് വെബ്സൈറ്റ് റെഫറൻസ് വേണം, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ തുറന്ന ശേഷം നമ്മളിവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട് നമ്മുടെ മുകളിൽ. എന്താ പറയുക, ഫോണിൻ്റെ നമ്മുടെയൊക്കെ റൈറ്റ് സൈഡിലായിട്ടൊരു 3 ഡോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു ഏറ്റവും ടോപ്പിൽ സ്റ്റാർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർ എന്ന ഓപ്ഷൻ നമ്മൾ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വേറൊരു വെബ്സൈറ്റ്, എന്തെങ്കിലും വെബ്സൈറ്റ് എടുക്കുക. ഈ വെബ്സൈറ്റ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഒന്നും കൂടെ സ്റ്റാർ എന്ന് നമ്മൾ സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ബുക്ക് മാർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാടിയ 2 സാധനം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇതിൽ ആദ്യത്തെ ബുക്ക് മാർക്കിൻ്റെ ഈ സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ നെയിം അങ്ങ് മാറ്റി കൊടുക്കുക. നെയിം നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ PSCയുടെ OK ബട്ടൺ അടിക്കാനുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ആദ്യം ചെയ്യാൻ വേണ്ടി. OK PSC ബട്ടൺ എന്ന് നമ്മൾ കൊടുത്തു. ഈ ലിങ്ക് മൊത്തത്തിൽ നമ്മൾ മാറ്റും. അത് നമ്മളിവിടെ ഒരു ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നോട്ട് പാഡിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്യുക. ആ ലിങ്ക് ഫസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോപ്പപ്പ് OK എന്നുള്ള ആ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിവിടെ കൊണ്ടുപോയി URL കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിരിക്കും. സേവ് ബട്ടൺ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബാക്ക് അടിക്കുമ്പോൾ സേവ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പോൾ സാധനം അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എടുക്കുക, എഡിറ്റ് ചെയ്യുക. OK പോലെ തന്നെ നമുക്ക് ക്യാൻസൽ ആവശ്യമാണ്. അതുകൊണ്ട് അടുത്ത് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇത് സെലക്ട് ഓൾ കൊടുക്കാം. സെലക്ട് ഓൾ കൊടുത്തിട്ട് ക്യാൻസൽ PSC ബട്ടൺ എന്ന് നമ്മൾ കൊടുത്തു. എന്നിട്ട് URL നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ കളഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ URL ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അത് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി URL കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അത് ഇതുപോലെ ബാക്ക് അടിക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ PSCയുടെ വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ കേരള PSC സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബുക്ക് മാർക്ക് ഏത് വെബ്സൈറ്റും സ്റ്റാർ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. പിന്നെ പേര് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ്റെ പേര് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ലിങ്ക് മാത്രം അതുപോലെ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ PSCയുടെ വെബ്സൈറ്റിൽ കയറാൻ പോവുകയാണ്. PSCയുടെ ലോഗിൻ നമ്മൾ കയറാൻ പോകണം. ലോഗിൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ PSCയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തു. നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ സർക്കാരും സ്റ്റേറ്റ് ഫൈഡ് ഡയറക്റ്റ് ജനറൽ എടുക്കുകയാണ്. അതിൻ്റെ നമുക്ക് കൊടുക്കാവുന്നത് ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് കോളം കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. നോർമലി ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും ചെയ്യുക. അതിൻ്റെ അപ്ലൈ എന്താ പറയുക, 7th സ്റ്റാർട്ടഡ് എന്തായാലും നമ്മുടെ നോർമൽ പ്രൊസീജിയർ ചെയ്യുക. തൽക്കാലം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നു, കൊടുക്കുന്നു. ഞാൻ എൻ്റെ യൂസറിൻ്റെ മറ്റേ പേരും ഡീറ്റെയിൽസോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന കേട്ടോ. അത് ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ടിക്ക് മാർക്കുകളെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം വരാൻ പോകുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ യെസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് OK ക്യാൻസൽ കൊടുക്കാൻ പറ്റില്ല. ഇത് സിമ്പിളായിട്ട് പരിഹരിക്കാം. നമ്മൾ ആദ്യം കൊടുത്ത ബട്ടൻ്റെ പേര് നമുക്ക് ഓർമ്മയുണ്ടാക്കിയാൽ മതി. OK PSC എന്ന് നമുക്ക് ബട്ടണുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ഇട്ട് നമ്മൾ എന്ത് പേരാണ് കൊടുത്ത ആ പേരവിടെ സെർച്ച് ചെയ്യുക. അതേ സ്ക്രീനിൽ അതേ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ OK PSC ബട്ടണുള്ള സാധനം വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതേ നമ്മുടെ സാധനം സെലക്ട് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളൊന്നും കൂടെ യെസ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നോ കൊടുത്ത് നോക്കാം. നോ കൊടുത്തപ്പോൾ ഈ സാധനം പ്രശ്നം. ഇനി വീണ്ടും നമുക്ക് യെസ് കൊടുത്തു. യെസ് OK വീണ്ടും ഇതേ സാധനം വന്നു. നമുക്ക് OK അല്ല വേണ്ടത്, നമുക്ക് ക്യാൻസലാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയേ, ക്യാൻസൽ PSC എന്നാണ് പേര് കൊടുത്തത്. ക്യാൻസൽ PSC കിടക്കുന്നത് താഴെ ക്യാൻസൽ PSC ബട്ടൺ എന്നുള്ള കിടക്കുന്നത് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്തേ അവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ യെസ് കൊടുക്കണേ യെസ് കൊടുക്കാം. യെസ് കൊടുക്കുമ്പോൾ OK PSC നമുക്ക് കോമൺലി ഈ സമയത്ത് OK PSC മതി. OK PSC കൊടുത്തു. സ്ഥലം കൊടുത്തിട്ട് ദൂരെ എറണാകുളം കൊടുത്തു. ഞങ്ങളുടെ സ്ഥലം എന്തെങ്കിലും കൊടുക്കട്ടെ. നമ്മൾ OK വീണ്ടും OK PSC
ടൈപ്പ് ചെയ്യുക, ഓക്കെ പി എസ് സി. ഈ സ്റ്റാർ ഇട്ട് ഓക്കെ പി എസ് സി തന്നെ കൊടുക്കണം. മൊബൈൽ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ അണ്ടറിലുണ്ടാവും, അത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തു, അത് ഓക്കെ ആയി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകൾ രണ്ടും ഞാൻ താഴെ കൊടുത്തേക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ ക്രോമിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ. ഓക്കെയും ക്യാൻസലും മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ ഉള്ള പല കാര്യങ്ങളും ഇതുപോലെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന യൂസർ നെയിം, പാസ്വേഡ്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഈ കോളങ്ങൾ ഫില്ല് ചെയ്യാണ്ട് ടെക്ക് ബോക്സ് എല്ലാം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സൗണ്ട് അത്ര ക്ലിയർ അല്ലാന്ന് അറിയാം, പക്ഷേ ഇത് അത്യാവശ്യമായതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.